റേഷൻ കടയിൽ ആൾക്കാരൊന്നും ഇല്ലല്ലോ. അരിയൊന്നും ഇല്ല ഇവിടെ. ആ എന്തേ എന്റെ കോയക്ക, ഈ റേഷൻ കടയിലെ തെറ്റ് തിരുത്താൻ വരലൊക്കെ സ്വാഭാവികമാണ്. ഇത് എല്ലാവർക്കും ഇങ്ങനെ തെറ്റ് വന്നോണ്ടിരുന്നപ്പോ എന്താ ചെയ്യാ? എനിക്ക് വന്നേലത്തെ തെറ്റ് നോക്കിയേ. എന്താ നമ്മള് ചെയ്യാന്നേ. എന്റെയും ഭാര്യയുടെയും മോന്റെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒറ്റ ഡേറ്റ് ഓഫ് ബർത്താ. എല്ലാരും ഒറ്റ ദിവസം പ്രസവിച്ചതാ. എന്താ ചെയ്യാ നമ്മള്? പ്രാവശ്യം ഞാൻ മോളെ ചേർത്താണ്. അല്ലേ? അവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ടാണ് ചേർത്ത്. നോക്കുമ്പോ അവളെ ചേർത്തിട്ടില്ല. എന്റെ സുഗത അതിപ്പോ ഈ പറഞ്ഞ മാതിരിക്ക് ഇപ്പൊ സകല ആൾക്കാർക്കുണ്ടേ. സത്യശീലിന്റെ ഇതിലുണ്ട് തെറ്റ്. എന്താണ് എന്താ സത്യശീലിന്റെ അമ്മയുടെ പേരൊന്ന് വെച്ച് നോക്കിയ. അമ്മയുടെ പേര് സൂർപ്പണക. അയ്യോ അത് കഷ്ടം കേട്ടോ. എന്താ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചാല്? ഇതിന്റെ പേരിലുള്ള കച്ചറ എന്താന്നറിയോ വീട്ടില്? എന്താ നമ്മള് ചെയ്യാതൊക്കെ അങ്ങനെ പറഞ്ഞ അതൊക്കെ കൊറേ നോക്കിട്ട് നിങ്ങളെ ശ്രദ്ധ കുറവുണ്ട്. നിങ്ങള് വർത്താനം പറഞ്ഞിട്ടിപ്പോ ഞാൻ ഇവിടുന്ന് തിരുത്തി വിടണമായിരിക്കാണല്ലോ. ഇതൊക്കെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഓരോരുത്തർ പേരടിച്ച് പൈസ ഒക്കെ അടിച്ച് ഇറക്കുമ്പോ അങ്ങോട്ട് ആയി വരണാണ്. അല്ലാണ്ട് ഞാനല്ല പോയി ചെയ്യണത്. ഇനിയിപ്പോ ഇതിന്റെ പുറമെയുള്ള വേറെ കേസ് കേൾക്കണോ? 800 റേഷൻ കാർഡാണ് ഇപ്പൊ നമ്മുടെ ഈ റേഷൻ പരിധിയിലുള്ളത്. ഇപ്പൊ 815 കാർഡാ വന്നേക്കണ്. ഈ 15 കാർഡിന്റെ ഉടമ ഇപ്പൊ ആരാന്ന് അന്വേഷിച്ചോണ്ട് നടക്കാം ഞാൻ. ഒന്ന് ആലോചിച്ചൊക്കെ എന്റെ ഒരു ഹലാക്ക്. അമ്മ ഞാൻ ഇതിപ്പോ എങ്ങനെയെങ്കിലും ഇവിടെ പൂട്ടി പോയാൽ മതി എന്റെ മനസ്സിൽ. അതങ്ങനെ പൂട്ടി പോവാന്നൊന്നും പറയണ്ട. ഒരു ലാഭമൊന്നും ഇല്ലാണ്ട് പൊരുത്തനും റേഷൻ കട നടത്തൊന്നുമില്ല. ആയിക്കോട്ടെ, നിങ്ങളൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. അല്ലെന്ത് വിചാരിക്കാന്ന് പറയരുത്. എന്താണ് ഇയാൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ റേഷൻ മുഴുവൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടും പരാതി ഉണ്ടെങ്കിൽ സംശയം. നിങ്ങളിപ്പോ ഞാൻ പൂത്തി അല്ല വേണ്ട പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, അമ്മാന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞല്ലേ. ഇത് നാലാളോട് പറയാൻ പറ്റില്ല, പരിഹരിക്കണം. എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകൻ അത് അന്വേഷിക്കേണ്ട കടമുണ്ട്. എന്താ കഴിഞ്ഞ മാസം 8 കിലോ അരി വെച്ച് കൊടുക്കേണ്ടത് 5 കിലോ അരിയെ കൊടുത്തുള്ളൂ എന്ന് കംപ്ലൈന്റ് ഉണ്ടല്ലോ. അപ്പൊ അറിഞ്ഞില്ല ഈ പൊതുപ്രവർത്തനല്ലേ? പറയൂ. ഈ 8 കിലോ അരി വെച്ച് കൊടുക്കണത് ഇനി വേണ്ട 5 കിലോ അരി വെച്ചിട്ട് കൊടുക്കണുള്ളൂ എന്ന് തീരുമാനമായി അറിഞ്ഞില്ലേ? അത് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു തന്നെ. ഇലക്ഷനും സംഭവമൊക്കെ വന്നുകൊണ്ട് അത് പിൻവലിച്ചു എന്നറിഞ്ഞില്ലേ? അത് പിൻവലിച്ചു എന്നറിഞ്ഞു. പല റേഷൻ കടയിലും അവസാനം അരി കൊടുത്തല്ലോ. ഇവിടെ ലാസ്റ്റ് ദിവസം വന്നപ്പോ നിങ്ങൾ അരിയില്ല പറഞ്ഞില്ലേ? ലാസ്റ്റ് ദിവസം വന്നു പറഞ്ഞാൽ നമ്മള് പിൻവലിച്ചില്ല എന്നുള്ള അറിയാതെ സമയത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അരി എന്ത് ചെയ്തു? അങ്ങനെ ഒരു ലാഭവും ഇല്ലാണ്ട് ആരും റേഷൻ കട നടത്തില്ല. എന്ത് ലാഭം നടന്ന ലാഭം കേട്ടോ. ഈ ഇവിടുന്ന് ഒരു ചാക്ക അരി അങ്ങോട്ട് വിറ്റ് കഴിഞ്ഞ ഒരു റേഷൻ കടക്കാരന് കിട്ടുന്ന കാര്യം എത്ര എനിക്ക്? 60 ഉറുപ്യ. എന്താ മനസ്സിലാക്കി? ഈ 60 ഉറുപ്പ്യെന്ന് ഇവിടുന്ന് ഏറ്റുകൂലി ഇറക്കൂലി അത് കഴിഞ്ഞ് ഇവിടെ ഒരു തൂക്കി കൊടുക്കാൻ ഉണ്ടെങ്കിൽ അവനക്കുള്ള കായ്, ഇനി അതും കഴിഞ്ഞ് ഇതിനുള്ള വാടക, ഇതൊക്കെ കഴിഞ്ഞ് എന്തുണ്ടാവും പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ നടത്തേണ്ട ആവശ്യമില്ല. ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പലചരക്ക് കച്ചവടക്കാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ അത് കച്ചവടം ചെയ്യാനായിട്ട്? ഈ റേഷൻ കട നടത്തുന്നത് ഇവിടുത്തെ ചാക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങണ വെച്ചാല് DSO ESO RI ഈ ജാതി ആൾക്കാർക്കൊക്കെ കൈക്കൂലി കൊടുക്കണം. ഇനി ഈ ബില്ലൊക്കെ ഒന്ന് സീൽ ചെയ്ത് തരുന്ന വെച്ചാല് പിയൂന്ന് വരെ കൈ കൊടുക്കണം. അറിയാം എനിക്ക്. അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ടാവുമ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ട വരും. ഇത് പിടിച്ചെക്കണം വെച്ചാല്. അതുകൊണ്ടല്ല ഈ 1 ഉറുപ്പ്യക്കും 2 ഉറുപ്പ്യക്കും സർക്കാർ അരി കൊടുക്കണതേ. ഒട്ടും വഴിയില്ലാത്ത ആൾക്കാരാണ് അവരെ. ഈ പറ്റിക്കാന്ന് പറഞ്ഞാൽ സങ്കടമുള്ള കാര്യമാണ്. അവരെ ഞാൻ പറ്റിക്ക അന്ന് ഈ മനസ്സിലാക്കിക്കോ. ഇവിടുന്ന് 1 ഉറുപ്പ്യക്കും 2 ഉറുപ്പ്യക്കും അരി മേടിച്ച് കൊണ്ടുപോകണ ആൾക്കാര് ഈ മാവാട്ടനവർക്ക് ഈ അരി മറച്ചു വെക്കുന്നുണ്ട് ഇവിടെ ആൾക്കാര്. അതിനാർക്കും പരാതിയില്ല. അതെനിക്ക് കിലോന് 2 ഉറുപ്പ്യുള്ള 8 കിലോ അരി 150 ഉറുപ്പ്യ ഓട്ടോറിക്ഷ കൊടുത്ത് വന്ന് വാങ്ങി കൊണ്ടുപോകണവരുണ്ട് ഇവിടെ. എല്ലാ പാവങ്ങളെ അങ്ങനെ അടച്ചാക്ഷേപം. ഏത് പാവങ്ങളപ്പം നിങ്ങൾ ഈ പറയണത്? ഇവിടെ പണിക്ക് പോയി കഴിഞ്ഞിട്ട് ഒരു 500 ഉറുപ്പ്യെങ്കിലും കൂലി കിട്ടാത്ത ഏത് മനസ്സിനാളുള്ളത്? അങ്ങനെ കരുതിയിട്ട് ഇപ്പൊ നിങ്ങൾക്കും എന്തോ അപ്പൊ അതുകൊണ്ടല്ലേ പറഞ്ഞ. അപ്പൊ പാവങ്ങൾ പറഞ്ഞ ഞങ്ങളും പാവങ്ങൾ തന്നെ. എനിക്കിപ്പോ സർക്കാരിന്റെ 8 കിലോ അരി ഒരു മാസം കിട്ടാണെങ്കിൽ അത് കിട്ടിയിരിക്കണം. കിട്ടിങ് തരുന്നുണ്ടല്ലോ. അതെ, നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട. എന്റെ പ്രശ്നം ഇപ്പൊ എന്താ? നിങ്ങൾ നിങ്ങളുടെ ന്യായം പറയൂ. പിന്നെ എന്റെ ന്യായം പറയാ. പിന്നെ ഞങ്ങൾക്ക് ന്യായം അറിയണം. ഈ ന്യായം അറിഞ്ഞോ? അതെ, സുഖം സപ്ലൈ ഓഫീസിൽ പോയിട്ട് എനിക്കറിയാം മന്മഥനെ. എന്താ ഞാൻ പോയിട്ട് കൊടുക്കണോ കംപ്ലൈന്റ്? കൊടുക്കണോ? ഈ എന്റെ നിയമം എന്താ അറിഞ്ഞിട്ട് ഒരു കുന്തറിയാണ്ട് വലിയ വർത്താനം കൊറേ കണ്ടിട്ടില്ല തന്നെയാണ് ഈ വലിയ വർത്താനം ഒന്നും പറയണ്ട. നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ വർത്താനം ഒന്നും പറയണ്ട, നിങ്ങൾ പോയിക്കോളി. വെറുതെ ഓരോരോ വാർത്ത ഒരു കുന്തട്ട് അറിയൂല. ഓരോരോ നിയമങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. വെറുതെ അറിയാണ്ട് അതും ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ ഓൻ പൂട്ടിക്കണത് അങ്ങോട്ട് പൂട്ടിക്കോട്ടെ, കുഴപ്പമില്ല. ഇത് പൂട്ടാൻ ഒരു കാരണം കിട്ടാതിരിക്കാൻ ഞാൻ അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ മാറ്റിയായിരുന്നു. നിങ്ങൾ പോയിക്കോളെ. അച്ഛനും കുറെ ആൾക്കാരും 1,800 കാർഡ് ഇതൊക്കെ കൂടി തലയിൽക്കാണ് ഇട്ടതൊക്കെയാണ് ഹംക്കിങ്ങള്. എന്ത് ചോദിച്ചിട്ട് തൂക്കി കൊടുക്കാൻ സമയം കിട്ടില്ല. അതാക്കലൊരു വേഷങ്ങള
കംപ്ലൈൻറ്റ് വന്നേക്കുന്നത് കൂടുതലും നമ്മുടെ ഈ അക്ഷയ സെൻറ്റർ വഴി ചെയ്ത് വന്നേക്കുന്നതിലാണ്. അതെ, ഓ സാർ, എല്ലാം തിരുത്തിയിട്ട് ഈ ആഴ്ചക്കുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ റേഷൻ കടക്കാരുടെ അടുത്തെല്ലാം? സാർ, ഇത് സാറിന് കേൾക്കണോ? എൻ്റെ പേര് അടിച്ചു വന്നേക്കുന്നത് മന്മഥൻ എന്നുള്ളതിന് മദനൻ എന്ന് അടിച്ചു വന്നേക്കുന്നത്. അല്ല, ഓ സാർ, ആയിക്കോട്ടെ സാർ. ഇല്ല, ഓക്കെ ഓക്കെ സാർ. ഇനിയിപ്പോൾ റേഷൻ കാർഡ് പുതുക്കലിൻ്റെ പിന്നാലെ എന്തൊക്കെ? സുഗത, ഇരിക്ക്. നമസ്കാരം. ഇരിക്കണോ? സാറിപ്പോ പുതിയ റേഷൻ കാർഡിന്റെ തിരക്കിലായിരിക്കില്ലേ? ഒയ്യോ, ഒന്നും പറയണതേ. ഇപ്പൊ DSO വിളിച്ചിട്ടേ പരാതി പരാതി പരാതി, കംപ്ലീറ്റ് മിസ്റ്റേക്കാണേ. അല്ല, തെറ്റ് പറ്റുകയെന്ന് പറഞ്ഞ ഒരക്ഷരമൊക്കെ തെറ്റണ് കണ്ടിട്ടുണ്ട്. ഇതൊരു പേരെന്നെ അങ്ങോട്ട് തെറ്റിപ്പോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. സീഡിറ്റാണല്ലോ ഇത് ഏറ്റെടുത്തിക്കണേ. ഇത് ഏറ്റെടുത്തിട്ട് അവരുടെ കീഴിലുള്ള കമ്പ്യൂട്ടർ സെന്ററുകളിൽ കൊടുക്കുകയാണ്. പിന്നെ കുറെ അക്ഷയയിൽ ചെയ്യണം. അപ്പൊ ഈ കമ്പ്യൂട്ടർ സെന്ററിൽ പുതിയതായിട്ട് ട്രെയിനിങ്ങിന് പറഞ്ഞ പിള്ളേരൊക്കെ ഇതിരുന്ന് ടൈപ്പ് ചെയ്യണേ. എന്നാലും നിങ്ങൾ ഇയാളോട് ചെയ്ത് ഭയങ്കര ചതിയായി പോയി. എന്തേ? ഇയാളുടെ അമ്മേനെ കൊണ്ട് ശൂർപ്പണകയാക്കിയില്ലേ സാറേ നിങ്ങള്? ശൂർപ്പണക? കാറിൽ പഠിച്ചു വന്നത് ശൂർപ്പണക എന്നാണ് നമ്മുടെ പേര്. അതല്ലേ? എന്താ അമ്മയുടെ യഥാർത്ഥ പേര്? ശൂർപ്പണക അല്ല, ശ്യാമള. തിരുത്താൻ കൊടുത്തായിരുന്നു. ഇപ്പൊ ഈ ഫോമില് തെറ്റൊക്കെ നമുക്ക് തിരുത്താം. പക്ഷെ ഈ റേഷൻ കടക്കാരുടെ തെറ്റ് തിരുത്താൻ നമ്മൾ എന്താ ചെയ്യാ? എന്താ പ്രശ്നം? നമ്മുടെ പഞ്ചായത്തിൽ ഞങ്ങളുടെ റേഷൻ കാർഡല്ലേ, നമ്മുടെ കോയയുടെ കോയ. ഓ, അതെ. നമ്പർ ARD എത്ര? ഇത് 90. കോയ. അവിടെ എന്നും കംപ്ലൈന്റ് ആണ്. അവിടെ ആകെ ഒരു റേഷൻ കാർഡിൽ 8 കിലോന് അരി ഒരു മാസം കിട്ടുന്നത്. അത് 5 കിലോന് ചില മാസം ഇല്ല. അത് ശരി. അല്ല, ഈ കോയ അവിടെ ഇങ്ങനെ ഒരു പരാതി ഇതിനു മുമ്പ് വന്നിട്ടില്ല. സാർ കേൾക്കണം, മാസം അവസാനം 2 ദിവസം 30-31 ദിവസം മാത്രമാണ് മണ്ണെണ്ണ കൊടുക്കുള്ളൂ. ഈ 2 ദിവസം കൊണ്ട് 800 കാർഡുകാർ വാങ്ങില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ 25 കിലോ അരി ഒരു മാസം 17 പോട്ടെ, ഈ 25 കിലോ അരി ഒന്നിച്ചു കൊടുത്താൽ എന്താ 3 തവണകളായിട്ട് കൊടുക്കൂ. അപ്പൊ തിരക്കിലിടയ്ക്ക് ഒരു പ്രാവശ്യം വാങ്ങിയില്ലെങ്കിൽ അരി ലാഭല്ലേ? നിങ്ങളെപ്പോലൊരു പൊതുപ്രവർത്തനൊക്കെ അവിടെ ഉണ്ടായിട്ട് ഇത് നേരത്തെ വന്നൊരു കംപ്ലൈന്റ് ഞാൻ നടപടി എടുക്കില്ലേ? എങ്ങനെ അറിയിക്കും? സാധാരണ റേഷൻ കടയിൽ പരാതി ബുക്ക് വെക്കണോ? അത് വേണം. ഈ കോയയുടെ റേഷൻ കടയിൽ പരാതി ബുക്കില്ല. ഓ, അത് ശരി. സാധാരണ ഇങ്ങനെയുള്ളവര് നിങ്ങൾ ഓരോരുത്തരും കൈക്കൂലി വാങ്ങുന്നു എന്ന് പരസ്യമായിട്ട് പറയാൻ പാടുമോ? കോയ പറഞ്ഞു സാറേ. ആര് വാങ്ങിയത്? DSO വാങ്ങി, TSO വാങ്ങി, RI വാങ്ങി, എന്തിന് ബിൽ ബുക്ക് ഒപ്പിടാൻ പിയൂണ് വരെ വാങ്ങുന്നു. അതെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഞാൻ ഈ ഓഫീസിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഈ കൈക്കൂലി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാനിവിടെ വെച്ച് പൊറപ്പിക്കില്ല. എനിക്കറിയാം, മന്മഥൻ സാറെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ചെയ്യും, നിയമപരമായിട്ട് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കാം സാർ. ഒരു കള്ളാസ് അല്ല, റിട്ടേൺ കംപ്ലൈന്റ് എഴുതണ്ട. അല്ല, ആദ്യം ഞാനൊന്ന് അന്വേഷിക്കണമല്ലോ. സാർ ഉടനെ ഒരു നടപടി എടുക്കുമല്ലോ. പിന്നെ അടുത്ത മാസം മുതൽ കറക്റ്റ് റേഷൻ നമുക്ക് അവിടെ കിട്ടിയിരിക്കണം. മാത്രമല്ല, എന്റെ കംപ്ലൈന്റ് ചെന്നു എന്നും അതിനെതിരെ നടപടി എടുത്തു എന്നും അയാൾ അറിയണം. ഒരു പൊതുപ്രവർത്തകൻ ആരാണെന്നുള്ളത് ഇനി ഞാൻ ചെല്ലുമ്പോ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. പിന്നെ സാറേ, ആ പേരും കൂടി ഒന്ന് തിരുത്തണം. ശൂർപ്പണക എന്നുള്ളത് മാറ്റിയിട്ട് ശ്യാമള തന്നെ ആക്കണം. അല്ലെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. അതാണ് അതൊക്കെ ശരിയാക്കി. അപ്പൊ സാർ ഇതൊരു നടപടി എടുക്കണം. പിന്നെന്താ? മനസ്സിലായോ? മന്ത്രിയല്ല, കോപ്പാവും. എന്തായാലും അവൻ വന്നത് എനിക്ക് ഗുണമായി. ഹലോ, കോയല്ലേ? ഞാൻ TSO ആണ്. എടോ, ഞാൻ സപ്ലൈ ഓഫീസർ മന്മഥനാണ്. എടോ, തൻ്റെ കടയെ പറ്റി വലിയൊരു കംപ്ലൈന്റ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. താൻ കൃത്യമായിട്ട് സാധനം കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അത് അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ഒരു മെയിൻ ആളാണ്, ഒരു സുഗതൻ എന്ന് പറഞ്ഞിട്ട് ആൾ വന്ന് ഇവിടെ റിട്ടേൺ കംപ്ലൈന്റ് വന്നു. അത് വ്യക്തിവൈരാഗം തീർക്കണാണ് സാറേ. അത് നമ്മളായിട്ടൊന്നും അറിഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. അല്ല, നിങ്ങൾക്ക് അയാളായിട്ട് വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നെന്തോ കൈക്കൂലി വാങ്ങണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. ഈ ഓഫീസിൽ ഭയങ്കര കൈക്കൂലിയാണെന്ന് പറഞ്ഞു. എന്തിനാ അതൊക്കെ പറഞ്ഞ്? പടച്ച റബ്ബേ, അത് നാക്കെടുത്ത നുണ പറഞ്ഞ ഒരാളാണ് സാറേ. അയാള് നുണ പറയാണ്. അതെ, ഞാനിപ്പോ എന്തായാലും ഇതിനെതിരെ നടപടി എടുക്കാൻ പോവാണ്. സാറേ അങ്ങനെ നടപടി ഒന്നും എടുക്കണ്ട സാറേ. സാറ് വേണ്ട നടപടി എന്താ വെച്ചാ ഞാൻ ഉണ്ണിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കാം. വൈകുവോ? ഇല്ല സാറേ, വൈകില്ല. ഞാൻ ഒരു 5 മണിക്കൂറിൽ അങ്ങോട്ട് കൊടുത്തയക്കാം. കുറയുവോ? ഇല്ല സാറേ, ഒട്ടും കുറയില്ല. കുറയരുത്. എന്നാ ഉടനെ എത്തിച്ചോട്ടാ. പിന്നെ ഇതുമാതിരിയൊക്കെ കടയുടെ മുമ്പിൽ വന്ന് നിന്ന് കുറയ്ക്കുന്ന ഇവർക്കൊക്കെ തന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് സാധനങ്ങൾ കൊടുത്ത് വിടാൻ നോക്ക് കേട്ടോ. ശരി. ഓക്കെ എന്നാ. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ചാലേ നമ്മുടെ കാര്യങ്ങളും നടക്കൂ.
എന്തായിരുന്നു എടി ദൈവ മോള് വെറുതെ ഇരിക്കല്ലടാ. അയ്യോ ഇടിയല്ല എന്റെ അമ്മ. അമ്മ ഇവിടെ വന്നിരുന്നോ? വാ. ഇത് കാണാൻ ആരും ഇല്ല ദൈവമേ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അയ്യോ എന്റെ മോൾ സത്യശീലൻ ഓടി 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 വാടാ ഇവിടെ. ഇത് രസമുണ്ടെടാ. ഇത് രസമുണ്ട്. അയ്യോ എന്താ എന്തിനാ കരയണ്? അമ്മ കരയുടെ എന്തിനാന്ന് ചോദിച്ചു നോക്ക്. അമ്മയോ? ആടാ. അയ്യോ എന്റെ പൊന്നാങ്ങള. പുതിയ റേഷൻ കാർഡ് കിട്ടിയോ? പിന്നെ കിട്ടിയോന്നോ? വായിച്ചു നോക്ക് നീ. മണ്ടോദരി ആ കൂന ആ 62 വയസ്സ്. അതാണ് 62 വയസ്സ്. അടുത്ത് വായിക്ക്. ശ്യാമള ആ 28 വയസ്സ്. ആ മകൾ. മകള്. ഞാൻ മകള്. അടുത്തത് വായിക്ക്. സത്യശീലൻ ആ 38 വയസ്സ്. ആ മകൻ. മകൻ. ഇവളുടെ മകൻ. നമ്മുടെ അമ്മ മനഃപൂർവ്വം ചെയ്തതാ. അമ്മയുടെ ഭാഗം നിന്ന് ഇങ്ങനെ എഴുതി കൊടുത്തതല്ലേ? നീ എന്തൊക്കെയാണ് ഈ പറയണത്? അതെ ഏട്ടൻ അങ്ങനെ ചെയ്തതാ. എന്നെ ഇഷ്ടല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. അമ്മ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം മനഃപൂർവ്വം ചെയ്തതാ. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പേരെന്ന് ശൂർപ്പണകാന്ന് നീ മനഃപൂർവ്വം എഴുതിയതാ? ആ പിന്നെന്താ, ഞാനിത് മനഃപൂർവ്വം എഴുതി കൊടുത്തൊന്നുമല്ല. ഇനി എത്ര തിരുത്തി കഴിഞ്ഞാലും ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരൂ. അവിടെ തിരുത്തായിരിക്കണ കുറെ മണ്ടന്മാരല്ലേ. ഇപ്പൊ തന്നെ പോയി തിരുത്തണം. തിരുത്തുന്നതൊക്കെ കൊള്ളാം. കാർഡുടമ ഞാനായിരിക്കണം. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഈ കാർഡ് തൽക്കാലം തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാർഡ് പ്രകാരം ഇനി മുതൽ ഈ വീട്ടില് അമ്മായിയമ്മ മരുമോള് വേണ്ട. മണ്ടുവോ, നിന്റെ മോളാണ് ഇരിക്കുന്നത്. മോളോട് മര്യാദയ്ക്ക് പെരുമാറണം. അമ്മ ഇരിക്കൊന്നും വേണ്ട. നിങ്ങളുടെ അമ്മയാണാ നിൽക്കുന്നത്. അമ്മയോട് നല്ല സ്നേഹത്തോടെ പെരുമാറണം. പെരുമാറില്ലേ? ഹോ, ഈ വീട്ടിൽ ഇത്തിരി മനസമാധാനം ഉണ്ടാക്കി തന്നതിന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നന്ദി. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ് മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കിനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.